ദീപക് മലയമ്മയും ഒപ്പം മുബഷിർ പി അക്ബറും തെരച്ചിൽ നടക്കുന്ന ഇടത്തു നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം മുബഷിറിലേക്ക്. മുബഷിർ, മഴയുണ്ടോ ഇപ്പോൾ അവിടെ? സുജയപർവതി, അല്പസമയം മുമ്പ് വരെ ശിരൂർ മേഖലയിൽ കനത്ത മഴയായിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ മഴ വലിയ രീതിയിൽ രക്ഷാദൗത്യത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലിവിടെയുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് ചെറിയ രീതിയിലുള്ള ശമനമുണ്ട്. ശിരൂർ മേഖലയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ദൃശ്യങ്ങളെടുത്തതിനു ശേഷം മാറ്റുന്നുണ്ട്. ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സിഗ്നൽ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഇവിടെയുള്ള അധികൃതർ പറയുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അർജുന്റെ ലോറി നിർത്തിയിരുന്ന ഭാഗം ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഇടതുവശത്തായിരുന്നു അർജുന്റെ ലോറി ട്രക്ക് നിർത്തിയിരുന്നത്. പിന്നീട് അപ്രതീക്ഷിതമായുണ്ടായ മണ്ണിടിച്ചിലിൽ തൊട്ടപ്പുറത്തെ മേഖലയിലേക്ക് പോയി എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ഇപ്പോൾ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മണ്ണെടുക്കുന്ന പ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെയൊക്കെ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നെങ്കിലും പിന്നീട് അപ്രതീക്ഷിതമായെത്തുന്ന മഴ, അതുപോലെ തന്നെ ശക്തമായ കാറ്റും ഈ രക്ഷാദൗത്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അവയൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഊർജിതമായ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ നാവികസേനയുടെയും കരസേനയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബൂം എസ്കവലേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ ആ ഒരു മേഖലയിൽ പുരോഗമിക്കുകയാണ്. ആ ചായക്കട സ്ഥിതി ചെയ്തിരുന്ന മേഖലകൾ ഉൾപ്പെടെ വളരെ ഊർജിതമായി ആ മേഖലയിൽ നിന്നും മണ്ണ് മാറ്റി പരിശോധിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ശരി മുബഷിർ, നമുക്ക് ദീപക് മലയമ്മയിലേക്ക് പോകാം. ദീപക് മലയമ്മ, ഇപ്പോൾ 2 എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണു നീക്കം ഇന്നലെയും മഴ പെയ്തപ്പോഴും അത് തുടരുന്നതാണ് നമ്മൾ കണ്ടത്. തത്സമയം അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ മേഖലയിലെ, അതായത് പുഴയുടെ അടിത്തട്ട് മുതൽ ലക്ഷ്മണന്റെ കടയിരുന്ന ഭാഗം വരെയുള്ള മണ്ണ് പൂർണ്ണമായും നീക്കുന്നതിനായിട്ടുള്ള പരിശ്രമമല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ലക്ഷ്മണന്റെ തട്ടുകട ഉണ്ടായിരുന്ന ആ ഭാഗത്തെ മണ്ണ് നീക്കമാണ് പ്രധാനമായും പുരോഗമിക്കുന്നത്. 2 ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം ആ മേഖലയിൽ പുരോഗമിക്കുന്നുണ്ട്. അതേസമയം തന്നെ മറുവശത്ത് നമുക്ക് നദിയിൽ 2 ടീം അംഗങ്ങൾ, അതായത് 2 ഡെങ്കി ബോട്ടുകളിലായിട്ടുള്ള ടീം അംഗങ്ങൾ അവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അവിടെ നേരത്തെ തന്നെ ഒരു മൺചിട്ട് രൂപപ്പെട്ടിരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ അടക്കം കണ്ടിട്ടുള്ളതാണ്. ആ മൺചിട്ടയുടെ ഭാഗത്ത് ഒരു ലോറിയുടെ സാന്നിധ്യം കണ്ടു എന്നുള്ള ഒരു തദ്ദേശവാസി പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പരിശോധന കൂടി ഡ്രോൺ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി മേജർ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുകയാണ്. അവിടെ നിന്നും സിഗ്നലുകൾ ലഭിക്കുകയാണെങ്കിൽ അതുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രോൺ പരിശോധന അവസാനിച്ചിരിക്കുകയാണ്. ഡ്രോൺ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതെ, തിരികെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിൽ നിന്നും ലഭിച്ച സിഗ്നലുകൾ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു ബോധ്യം വരും. അതായത് നേരത്തെ മേജർ എം ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായ രീതിയിൽ 4 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ 4 സ്പോട്ടുകൾ സംബന്ധിച്ച് തന്നെ അതിൽ 3ാമത്തെ സ്പോട്ടിലാണ് അർജുന്റെ ലോറി ഉള്ളത് എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ. അത് പ്രകാരം ആ മേഖലയിൽ ഡൈവ് ചെയ്യണമെന്നാണ് ആദ്യഘട്ടത്തിൽ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കോരി മാറ്റുന്ന മണ്ണിൽ, അതായത് അവിടെ നിന്ന് കോരി മാറ്റുന്ന മണ്ണിൽ അവിടെ നിന്നിരുന്ന മരങ്ങളെല്ലാം ഉണ്ട്. ആ മരങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് തന്നെ ഇരുന്നു പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ മലമുകളിൽ ഉണ്ടായിരുന്ന മരങ്ങൾ, ഒപ്പം ശക്തമായ മണ്ണ് ഒരു കൂമ്പാരമായി വന്ന് അവിടേക്ക് പതിക്കുന്നു. അതിനൊപ്പം തന്നെ പാറ കഷണങ്ങളുണ്ട്. അതെല്ലാം വന്ന് ഈ കടയിരുന്ന ഭാഗത്തേക്ക് വന്നാണ് വീണത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അവിടെ നിന്ന് ഇപ്പോൾ കോരി മാറ്റുന്ന വസ്തുക്കൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ ദീപക്? അങ്ങനെ തന്നെയാണ്. ആ മേഖലയിലേക്ക് അർജുൻ ഉണ്ടാകുമോ എന്നുള്ള സംശയം പൊതുവെ ഉണ്ട്. അത്തരത്തിലുള്ള സംശയത്തിന് പല കാരണങ്ങളും കൂടിയുണ്ട്. ആ സംശയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം ഇപ്പോൾ പുരോഗമിക്കുന്നത്. രണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആ മേഖലയിൽ പുരോഗമിക്കുന്നുണ്ട്. അതിന് മറ്റു വിദ്യാർത്ഥികളുടെ കൂടി സഹായം തേടുകയും ചെയ്യുന്നുണ്ട്. മണ്ണ് നീക്കം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ സാധിച്ചാൽ ആ മേഖലയിൽ നിന്ന് കൃത്യമായുള്ള വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് അർജുൻ ഒന്നുകിൽ ഈ വാഹനത്തിന്റെ ക്യാബിനിൽ ഈ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ ലക്ഷ്മണന്റെ തട്ടുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു അപകടത്തിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ളതാണ് നിലവിലെ അനുമാനം. അതിനിടയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മൺചിട്ടകൾ കിടക്കുന്ന ഭാഗത്ത്, അതായത് മണ്ണിടിച്ചിൽ നടന്നതിന്റെ നേരെ എതിർഭാഗത്ത് നദിയുടെ മധ്യഭാഗത്തായിട്ട് രൂപപ്പെട്ട മൺചിട്ട കേന്ദ്രീകരിച്ചുകൊണ്ട്
പരിശോധന കൂടി നടത്താനുള്ള തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഇവിടെയുള്ള ഈ മേഖലയിലുള്ള ഒരാൾ പറഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം അവിടെ ഒരു ലോറി പൊങ്ങി വരുന്നത് കണ്ടിരുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന ഒന്ന് നടത്തുക എന്നുള്ളത്, അവിടെ നിന്നും കൂടുതൽ സിഗ്നൽസ് വികസിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ വിവരങ്ങൾ ഇപ്പം ചെയ്തതോടുകൂടി പുറത്തു വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ നേരത്തെ തന്നെ കൃത്യതയോടുകൂടി 4 സ്പോട്ടുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സംഘം പറഞ്ഞിരിക്കുന്നത്. അതിന് ലക്ഷ്മണന്റെ തട്ടുകട നിൽക്കുന്ന ഭാഗത്തിന്റെയും ഒപ്പം തന്നെ ഈ മൺതിട്ട രൂപപ്പെട്ടതിന്റെയും കുറച്ചുകൂടി മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ്. ആ 4 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും കൂടുതലും മുന്നോട്ട് പോകാനുള്ള സാധ്യത. എങ്കിൽ പോലും ഒരു തരത്തിൽ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ മൺതിട്ടയുള്ള ഭാഗത്ത് പരിശോധന എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ദ്രുതഗതിയിലുള്ള പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ആദ്യം മുതൽ സൂചിപ്പിക്കുന്ന ഗതാഗതിയിലെ കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് അപ്പോഴത്തിൽ നിന്നാണ്. ഏതാണ്ട് 6 മുതൽ 8 നോട്ട് വരെ അതിന്റെ തോത് ഉണ്ട് എന്നുള്ളതാണ്. രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്ന ബോട്ട്, അതായത് മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോട്ട് NDRF സംഘത്തിന്റെയും നേവി സംഘത്തിന്റെയും ഒക്കെ ക്യാമ്പസ് ഉള്ള മേഖലയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിതുവരെ നദിയിലേക്ക് ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഡിങ്കി ബോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ തന്നെയാണ് ആ മേഖലയിൽ നടത്തുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒരു ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് വലിയ തരത്തിലുള്ള പരിശോധനകൾ, ആ പരിശോധനകളിൽ നിന്ന് കൃത്യമായ ഒരു തരത്തിലുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അങ്ങനെയൊക്കെ തന്നെ